എൻ്റെ ഓഫീസിലെ ഈവനിങ് റൂട്ടീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വൈകുന്നേരം ചായക്ക് ഒരു ഏത്തപ്പഴമാണ് കേട്ടോ കഴിച്ചത്. എപ്പോഴും ഒന്നും കഴിക്കാനുണ്ടാവില്ല. പിന്നെ ഒരു കട്ടൻ ചായയും കൂടെ കുടിച്ചു. ഇത് നമ്മുടെ ഒരു കൊളീഗ് കൊണ്ട് തന്നെയാണ് കേട്ടോ. എന്താണോ ഇത്. പിന്നെ ഇന്ന് ഞാൻ 6 മണിയായപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. സാധാരണ 6:30 വരെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ ഇറങ്ങാം. അടുത്തായി സ്കെച്ച് ബുക്ക് കൈമാറുന്ന ചടങ്ങാണ്. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ശ്രീനെ ഒന്ന് മീറ്റ് ചെയ്തായിരുന്നു. അവൻ്റെ സ്കെച്ച് ബുക്കാണ് എൻ്റെ കയ്യിലായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് എൻ്റെ ചെറിയൊരു കൊലപാതകം കാണിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ കണ്ട ഇത് എൻ്റെ കഴിവാണ്, എൻ്റെ കലാവിരുതാണിത്. എന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടാറ് സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ പോയി ത്രെഡ് ചെയ്തു. എനിക്ക് എപ്പോഴും ത്രെഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ ആതിര. അങ്ങനെ ആതിരേനോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ റൂമിൽ വന്നു, കുളിച്ചു മാറ്റി. ഇന്ന് രാത്രി കഴിക്കാൻ മസാല ദോശയാണ്. രാത്രിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വിജി ചേച്ചിയുടെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു മസാല ദോശ വാങ്ങി. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം വീട്ടിലേക്കൊക്കെ വിളിച്ച് അമ്മയോടൊക്കെ സംസാരിച്ച് കത്തി വെച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം നേരെ പോയി കിടന്നു. ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ എപ്പോൾ ഉറങ്ങണമെന്നുള്ളത് എൻ്റെ മനസ്സിന് മാത്രമേ അറിയുള്ളൂ. ഉറങ്ങിയാൽ മതിയായിരുന്നു. 2 മണിക്കെങ്കിലും ഉറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ടാറ്റ, ഗുഡ് നൈറ്റ്, ബൈ.